നാട്ടിൽ കാട്ടാനഭീതിയും കൃഷിനാശവും പതിവായി. കാട്ടാനകളെ നാട്ടിൽ നിന്നും തുരത്തണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരവുമായി പഞ്ചായത്ത് പ്രസിഡന്റ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ട ഗതികേടിലാണ്. കാലത്ത് ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവർ പറഞ്ഞത് ഈ സ്റ്റേഷൻ കൊന്നക്കുഴി സ്റ്റേഷൻ്റെ പരിധിയിലാണ്, അവരോട് പറയണം എന്നാൽ മാത്രമാണ് ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഇവരുടെ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാളെ ആന വന്നാൽ ഇവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ കൊന്നക്കുഴി സ്റ്റേഷനിലേക്ക് ഉദ്യോഗസ്ഥരെ വിളിക്കേണ്ട ഗതികേടിലാണ്. ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലോ സഹകരണമോ ഇല്ലെന്നാരോപിച്ച് ചായപ്പൻകുഴി മാതൃകാ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരവുമായി കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായി ചായപ്പൻകുഴി പരിസരങ്ങളിൽ കാട്ടാനക്കൂട്ടമെത്തി കൃഷി നശിപ്പിക്കുന്നതും വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും സ്കൂളിന് സമീപത്തും കാട്ടാനകളെത്തിയത് ജനങ്ങളെ ഭീതിയിലാക്കിയിരുന്നു. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകളെ മാറ്റണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോടശ്ശേരി പഞ്ചായത്തിലെ നായരങ്ങാടിയിൽ കാട്ടുപന്നി ശല്യത്തെ തുടർന്ന് കൃഷിനാശം വർദ്ധിച്ചു വരുന്നു. ചായപ്പൻകുഴി ജംഗ്ഷനിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ, പള്ളി, സ്കൂൾ പരിസരങ്ങളിലും കാട്ടാനകളെത്തി. സ്കൂൾ തുറക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. സ്കൂൾ, പള്ളി, അമ്പലങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പേടി കൂടാതെ പോകാൻ സാഹചര്യമൊരുക്കുന്നതിന് സർക്കാരിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പഞ്ചായത്തിന്റെ ജനവാസ മേഖലകളും അതുപോലെ തന്നെ കാർഷിക മേഖലകളും മലയോര മേഖലകളും ഏറെ കാലങ്ങളായിട്ട് വലിയ ഭീതിയിലാണ്. നമ്മുടെ നായരങ്ങാടി, കോണിക്കപ്പാടം പോലുള്ള പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ്. നിരന്തരമായിട്ടുള്ള ആളുകൾ പലപ്പോഴും പന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്, നമ്മളതിന് ഓർഡർ കൊടുക്കാറുണ്ട്. പക്ഷേ ആളുകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. പന്നിയെ കിട്ടാറില്ല. കൃഷിയിടങ്ങൾ അതുപോലെ തന്നെ എല്ലാം നശിപ്പിച്ച് കടന്നു പോവുകയാണ്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ കോർമല, രണ്ടുകൈ, വീരഞ്ചിറ, മരുതുകുഴി, വാരംകുഴി അതുപോലെ തന്നെ ചൂളക്കട്, പീലാറുമൊഴി പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ പുലിയുടെ ശല്യമാണ്. നിരന്തരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധികളൊക്കെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുലികളെ ഇവിടെ നിന്നെങ്കിലും തുരത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്നു പോകും. പുലിയല്ലെന്നുള്ള നിഗമനത്തിൽ അവർ പോകും. പക്ഷേ അവിടെ കണ്ടു ഇവിടെ കണ്ടു ജനങ്ങൾ നിരന്തരമായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഹാരമില്ല. അങ്ങനെ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് നമ്മുടെ വീരഞ്ചിറ പനംകുത്തിക്കൽ അമ്പലത്തിൻ്റെ പരിസരം, SNDP അമ്പലത്തിൻ്റെ പരിസരം, അതുപോലെ തന്നെ നമ്മുടെ പീലാറുമൊഴി, ചൂളക്കടവ്, ഇവിടെ ചായപ്പൻകുഴി ജംഗ്ഷനിൽ സ്കൂളിൻ്റെ അടുത്ത് ചായപ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ വരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനകൾ വന്ന് കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോറസ്റ്റ്, ഞാൻ ഇരിക്കുന്ന ഈ ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മതിലിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ വരെ, അതായത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും 50 മീറ്റർ പോലും ദൂരമില്ല. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ചായപ്പൻകുഴി പള്ളിയിലേക്ക് പോലും 50 മീറ്റർ ദൂരമില്ല. സ്കൂളിലേക്കും അത്ര തന്നെ ദൂരമുള്ളൂ. ഈ പ്രദേശത്താണ് ഈ ദിവസങ്ങളിൽ ആന വന്ന് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു തരത്തിലുള്ള നിലപാടുകളോ സഹകരണമോ ആനകളെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി ഒരു ഇടപെടലോ നടത്തുന്നില്ല. എന്നെ സംബന്ധിച്ച് നിരന്തരമായിട്ട് ജനങ്ങൾ വിളിച്ചു പറയുന്ന പ്രസിഡന്റ്, ഇവിടെ ആന ഞങ്ങൾ കൃഷി നശിപ്പിക്കുന്നു, പുലികൾ വന്ന് ഞങ്ങളെ പേടിപ്പിക്കുന്നു, രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ആളുകളെല്ലാം ഭയവിഹ്വലരായിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇവിടെ സ്കൂൾ തുറക്കാറായ സമയത്ത് ആളുകൾ പള്ളിയിലേക്ക്, അമ്പലത്തിലേക്ക് പോകേണ്ട ആളുകൾക്ക് എങ്ങനെയാണ് സ്വൈര്യമായിട്ട് പേടിയില്ലാതെ ഈ കാര്യങ്ങൾക്കൊക്കെ വരാൻ സാധിക്കുക? അങ്ങനെ വലിയ തോതിലുള്ള വിഷമവും പ്രതിസന്ധിയാണ് ഈ മേഖലയിലുള്ളത്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ പോയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇത്തരം ജനങ്ങളുടെ ഈ വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റാതെ നമുക്ക് നിസ്സഹായരായിട്ട് നോക്കിയിരിക്കുന്ന അവസരത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളുടെ മുമ്പിൽ എത്തിക്കുക, അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്ക് ചെയ്യാനുള്ളത്. അതിന് സർക്കാരിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും കൃത്യമായിട്ടുള്ള ഇടപെടലും നമുക്കൊരു ഉറപ്പ് കിട്ടണം. ഈ ആനകൾ ഈ കൃഷിയിടത്തിൽ വന്ന് ജനവാസ മേഖലകളിൽ ഇത്രയും പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ പോലും ഇവിടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ട ഗതികേടിലാണ്. കാലത്ത് ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവർ പറഞ്ഞത് ഈ സ്റ്റേഷൻ കൊന്നക്കുഴി സ്റ്റേഷൻ്റെ പരിധിയിലാണ്, അവരോട് പറയണം എന്നാൽ മാത്രമാണ് ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഇവരുടെ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാളെ ആന വന്നാൽ ഇവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ കൊന്നക്കുഴി സ്റ്റേഷനിലേക്ക് ഉദ്യോഗസ്ഥരെ വിളിക്കേണ്ട ഗതികേടിലാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും ഇടപെടൽ ഉണ്ടാവണം. ഈ കൃഷിയിടങ്ങളിൽ കൃഷി നശിപ്പിക്കുന്നതിനെതിരെ RRT സംവിധാനം പോലുള്ള വാച്ചർമാരെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി നശിപ്പിക്കുന്ന ആനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അടിയന്തരമായിട്ട് സർക്കാരും വനംവകുപ്പും ഉദ്യോഗസ്ഥരും സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നിർദ്ദേശങ്ങൾ കിട്ടുന്നതുവരെ ഇവിടെ കുത്തിയിരിക്കുക എന്നുള്ളതാണ് ഞാനും ഉൾപ്പെടെ ജനപ്രതിനിധികളും മറ്റു നാട്ടുകാരും ഒക്കെ ഉദ്ദേശിക്കുന്നത്. 2 ആഴ്ച മുമ്പ് നമ്മുടെ തൃശ്ശൂർ CCF ഒരു മീറ്റിംഗ് വിളിച്ചായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് ഈ മലയോര മേഖലകളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്,
ശല്യം മൂലം കൃഷി നശിപ്പിക്കുന്ന കർഷകർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണം. ഇപ്പോൾ കൊടുക്കുന്ന തുച്ഛമായിട്ടുള്ള നഷ്ടം ഒരു തരത്തിലും അവർക്ക് സഹിക്കാവുന്നതല്ല. കാരണം ഒരു 100 രൂപയും 150 രൂപ വാഴയ്ക്ക് കിട്ടിയാൽ 1000-ഓളം അല്ലെങ്കിൽ 2000-ഓളം രൂപ കൊലച്ച വാഴകൾക്ക് കിട്ടുന്ന ഘട്ടത്തിൽ സർക്കാരിൻ്റെ വനംവകുപ്പിൽ തുച്ഛമായിട്ടൊരു നഷ്ടപരിഹാരം കൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഇതൊന്നും. അതുകൊണ്ട് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണം, അത് അടിയന്തരമായിട്ട് ആളുകൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ കോടിക്കണക്കിനായിട്ടുള്ള രൂപ ദൂർത്തടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ വനാതിർത്തികളിൽ ട്രഞ്ച് സ്ഥാപിക്കണം. അല്ലാതെ ഇവർ പറയുന്ന ഫെൻസിങ്ങും മറ്റ് സോളാർ സംവിധാനങ്ങളൊന്നും ഇതിന് പരിഹാരമല്ല എന്ന് മാത്രമല്ല, അതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അത്തരം ചെപ്പടി വിദ്യകൾ കൊണ്ടൊന്നും പരിഹരിക്കാവുന്നതല്ല മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ. ശാശ്വതമായിട്ടുള്ള പരിഹാരം ട്രഞ്ച് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ മാത്രമേ നടക്കുള്ളൂ. അതിന് കർഷകർക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കണം. വനംവകുപ്പ് നഷ്ടപരിഹാരത്തൊക്കെ വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ മതിലിനോട് ചേർന്ന കൃഷിയിടത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം വാഴപ്പിള്ളി ജോസിന്റെ 100ഓളം മാറ്റുനേന്ത്ര ഇനത്തിൽപ്പെട്ട വാഴകൾ നശിപ്പിച്ചു. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വൈദ്യുത വേലി സ്ഥാപിച്ച് സംരക്ഷിക്കുന്ന കൃഷിയിടത്തിലെ വാഴകളാണ് നശിപ്പിച്ചതെന്നും ബാങ്കിൽ നിന്ന് 1,60,60,000 രൂപയും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കൈവായ്പയും വാങ്ങിയാണ് കൃഷി ഇറക്കിയതെന്നും 3 തവണ VFPCKയിൽ നിന്നും മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ വാഴപ്പിള്ളി ജോസ് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് ആന കൂട്ടവിടെ ഇറങ്ങിയത്. 3-4 ആനകൾ ഉണ്ടെന്നാണ് അറിവ്. കാരണം അതിനോട് വലിയ ചവിട്ടിച്ചാല് മൂടിയുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു 100ഓളം വാഴകൾ കളഞ്ഞിട്ടുണ്ട്. എല്ലാം കൊലക്കൂമ്പാണ്, ആറ്റുനേന്ത്രൻ വാഴയാണ്. കഴിഞ്ഞ വർഷം ഇതേ പറമ്പിൽ ഇത് പാട്ടത്തിന് എടുത്ത് 1200 വാഴ വെച്ചതാണ്. അതിൽ ഒന്നും പോലും വെട്ടാൻ കിട്ടിയില്ല. ഒക്കെ പന്നിയും മാനുമായിട്ട് നശിപ്പിച്ചു. ഈ പ്രാവശ്യം ഫെൻസിങ്ങൊക്കെ ഇട്ട് ചെയ്തതാണ്. വലിയ കാശ് മുടക്കിയിട്ടാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തത്. ഇപ്പോൾ ഇതിനെനിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചേക്കാണ്. 1,60,60,000 രൂപ SBI ബാങ്കിൽ നിന്ന് ലോണുണ്ട്. പിന്നെ 2 ഗണങ്ങളിൽ നിന്ന് എൻ്റെ 2-3 സുഹൃത്തുക്കളെ കൊണ്ട് അവരെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടൊക്കെയാണ് ഈ കൃഷി ചെയ്തത്. പിന്നെ മോൻ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനാണ്. അവൻ്റെ അതിന് നല്ലൊരു സംഖ്യ അവനും തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കൃഷി കൊണ്ടുപോയത്. ഇപ്പോൾ ബാങ്കിലെ വായ്പകളും എല്ലാം പ്രശ്നങ്ങളും ഒക്കെ പ്രതിസന്ധിയിലാവുക. പിന്നെ മാന്യമായ നഷ്ടപരിഹാരം കിട്ടണം എന്നാണ് ആഗ്രഹം. 30 വർഷമായിട്ട് ഈ വാഴക്കൃഷി മാത്രമാണ് എൻ്റെ തൊഴിൽ. 3-4 തവണ VFPCKയിൽ നിന്ന് മികച്ച കർഷകനുള്ള അവാർഡ് വരെ കിട്ടിയതാണ്. അപ്പം ഇനി ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അവാർഡാവില്ല, ആത്മഹത്യ ചെയ്ത് കൃഷിക്കാരുടെ റീത്തായിരിക്കും ഇനി എൻ്റെ നെഞ്ചത്ത് വയ്ക്കാനുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തൊട്ടടുത്ത ഭൂവുടമ കൊരട്ടിക്കാരൻ ആൻഡ്രൂസിന്റെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലും കാട്ടാന നാശനഷ്ടമുണ്ടാക്കി. താനും ഭാര്യയും രോഗികളാണെന്നും കൃഷിയിൽ നിന്നും കിട്ടുന്നതാണ് ഏക വരുമാനമെന്നും ആൻഡ്രൂസ് പറഞ്ഞു. വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2 രോഗികളാണ്. ഞാനാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റാണ്. 2 പ്രാവശ്യം അറ്റാക്കും 1 പ്രാവശ്യം സ്ട്രോക്ക് വന്ന് എന്നും മരുന്നിൽ കഴിയുന്ന വ്യക്തിയാണ്. ഭാര്യയ്ക്കാണെങ്കിൽ 40 വർഷത്തോളമായി വെരിക്കോസ് വെയിൻ്റെ അസുഖമായിട്ട് എന്നും ആശുപത്രിയായിട്ട് 3 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വരുമാനം വേറെ ഇല്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഞങ്ങൾക്ക് പറ്റാവുന്ന ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതുപോലെ വന്യമൃഗങ്ങളൊന്നും നശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അത് സർക്കാർ തന്നെ അതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് കണ്ടെത്തി തരിക. എൻ്റെ ഒരു 10-50 വാഴയുടെ അടുത്ത് വാഴ പോയിട്ടുണ്ട്. ഒരു 30 അടയ്ക്കാരത്തൈ പോയി. പിന്നെ അതേപോലെ 10-30-35 കട കൊള്ളി ഒക്കെ പറിക്കാറായതാണ്. കൊള്ളി അതായത് കപ്പ, പിന്നെ ചേമ്പ്, ചേന, കാച്ചിൽ ഇതൊക്കെ നട്ടതൊക്കെ ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞു. തെങ്ങിൽ അതുപോലെ ഒരു 3-4 തെങ്ങിൻ തൈ അതും കളഞ്ഞു. അടയ്ക്കാരത്തൈയും ഇതുപോലെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ലാഭമയത്തുള്ള ചക്ക മുഴുവൻ അവർ തിന്നുകൊണ്ട് അത് തിന്നുപോയാലും പോട്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും 10 രൂപ വരുമാനം കിട്ടുന്നതാണ് പിന്നീടേക്ക്. അതൊക്കെയാണ് ഇപ്പോൾ നശിപ്പിച്ച് കളഞ്ഞേക്കുന്നത്. കഴിഞ്ഞ വർഷം കുറേ വാഴ വെച്ച് അത് പന്നിയും മാനും ഒന്ന് നശിപ്പിച്ചു. അപ്പോഴാണ് ഈ നെറ്റ് വാങ്ങിച്ചൊക്കെ കെട്ടി ഒരു ബന്ധസാക്കി ഇത് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യത്തിൽ ഇപ്പോൾ ആനയായിട്ട് ഇങ്ങനെയൊക്കെ നശിപ്പിച്ചു. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാത്ത രീതിയിലപ്പോൾ ഞങ്ങൾ നിൽക്കണം. MLA സനീഷ് കുമാർ ജോസഫ്, തഹസിൽദാർ ആൻഡോ ജേക്കബ്,
ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, വെള്ളിക്കുളങ്ങര CI എന്നിവർ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ഇനി മുതൽ RRT ടീം ഉണ്ടാകും. നൈറ്റ് പെട്രോൾ ശക്തമാക്കും. തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ മലയിലേക്ക് തുരത്തുമെന്നും അധികൃതർ ഉറപ്പു നൽകി. തുടർന്ന് ആനകളുടെ ഇറക്കം നിർത്താൻ വേണ്ടിയിട്ട് പട്രോളിംഗ് ശക്തമാക്കും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ അറിവിൽ എവിടെയും ആന ഫുൾ ടൈം ഇവിടെ അറിഞ്ഞോളന്നില്ല. ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് സമയത്ത് ഉടൻ വന്ന് അത് അറിയിച്ചിട്ടുണ്ട്. ഫെൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പോൾ DF ആയിട്ട് സംസാരിച്ചു. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 7 ദിവസത്തിനകത്ത് ഫെൻസിങ്ങിൻ്റെ എല്ലാ പണിയും തീർത്തേക്കാം എന്ന് DF അറിയിച്ചു.